ലിവർ സിറോസിസ് എല്ലാവരിലും ഒരുപോലെയല്ല. അതുപോലെ തന്നെ എല്ലാ ലിവർ സിറോസിസ് രോഗികൾക്കും ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ല. ലിവർ സിറോസിസ് മൂലം ലിവറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും പല കോംപ്ലിക്കേഷൻസ് രോഗികൾക്ക് ഉണ്ടാവുകയും അതുപോലെ മരുന്നുകൾക്ക് പ്രതികരിക്കാതെയും വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് നിർദ്ദേശിക്കുക. രോഗിക്ക് അടിക്കടി വയറിൽ നീര് വരിക, വയറിലെ ഫ്ലൂയിഡ് ഇൻഫെക്ഷൻ വരിക, അടിക്കടി രക്തം ഛർദ്ദിക്കുക, ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന അവസ്ഥ, അതായത് മയക്കം, കണക്ഷനില്ലാതെ സംസാരിക്കുക മുതലായ രോഗാവസ്ഥ, ലിവറിൻ്റെ സിറോസിസ് മൂലം ലിവർ കിഡ്നിയെ ബാധിക്കുക മുതലായ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി ആലോചിക്കുന്നത്. ലിവറിൻ്റെ പ്രവർത്തനം നോക്കി ലിവർ സിറോസിസ് രോഗികളെ 3 സ്റ്റേജായി നമുക്ക് തിരിക്കാം. അതിൽ സ്റ്റേജ് 1ഉം ഒട്ടുമുക്കാലുള്ള സ്റ്റേജ് 2 രോഗികൾക്കും ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ല. ഒരു ചെറിയ ശതമാനം സ്റ്റേജ് 2ലും സ്റ്റേജ് 3ലും ഉള്ള രോഗികൾക്ക് മാത്രമേ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യാറുള്ളൂ. അതിന് നമ്മൾ ചില സ്കോറിംഗ് സിസ്റ്റംസ്, മെൽറ്റ് സ്കോർ, ചൈൽഡ് സ്കോർ മുതലായവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ലിവർ ക്യാൻസർ വന്ന രോഗികൾക്കും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നിർദ്ദേശിക്കാറുണ്ട്. അത് ലിവർ ക്യാൻസർ മാത്രമല്ല, ലിവർ സിറോസിസിനെ ക്യൂർ ചെയ്യും.